ഇനി ഒരു ഡേ ഇൻ മൈ ലൈഫ് ആകാം. ശരിക്കും ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഡേ ആഫ്റ്റർനൂൺ. ഇത് നമ്മുടെ ശാർക്കര ഗേറ്റ് ആണ്. തുറന്നു കിടന്നത് കൊണ്ട് തന്നെ വലിയ ആശ്വാസം. നേരെ പോയത് റേഷൻ വാങ്ങാനായിട്ട് കടകത്തേക്ക്. നമ്മുടെ റേഷൻ കട വരുന്നത് കടകമല്ല, എന്നാലും നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ട് റേഷൻ വാങ്ങാറുണ്ട്. ഈ ചേച്ചി നമ്മുടെ ഫോളോവർ ആണ്. നമ്മുടെ വീഡിയോസിന്റെ കാര്യങ്ങളും റിവ്യൂസും ഒക്കെ തന്നെ നമ്മുടെ അടുത്ത് പറയാറുണ്ട്. അങ്ങനെ റേഷനൊക്കെ വാങ്ങി. ശരിക്കും റേഷൻ വാങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. അപ്പോഴേക്കും പാപ്പുടു നേരെ ഓടി അപ്പുറത്തുള്ള കടയിലേക്ക്. തിന്നാനും കുടിക്കാനും ഉള്ള സാധനങ്ങൾ കണ്ട അവന് മനസ്സിലാവും. നേരെ ചെന്ന് പിടിച്ചത് ലേസിന്റെ പാക്കറ്റ്. അങ്ങനെ ഒരുവിധം അവനെ എങ്ങനെയൊക്കെയോ പിടിച്ചോണ്ട് നമ്മൾ നേരെ പോയത് ശാർക്കരയിലുള്ള കേരള ബേക്കറിയിലേക്ക്. മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ഇവിടെ കയറി കഴിഞ്ഞാൽ കഴിക്കുന്നത് ഒന്നെങ്കിൽ ഇവിടുത്തെ ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ ചായ, മുട്ട പപ്സ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇന്നും പതിവ് തെറ്റിച്ചില്ല. നമ്മൾ പറഞ്ഞത് 2 ചായയും 2 മുട്ട പപ്സും ആയിരുന്നു. ഇവിടെ വന്ന് ഇരുന്നിട്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ട് ആ ഐറ്റം ടേബിൾ വരാനെടുക്കുന്ന ആ ഒരു സമയമുണ്ട്, അത് നമുക്ക് ത്രിശങ്ക് സ്വർഗം. ആര്യം വേറൊന്നുമല്ല, ഇവിടെ ഫുഡ് കഴിക്കാനാണ് വന്നിരിക്കുന്നത്. പാപ്പുടിന് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ സാധനം എത്തുന്നവരെ അവൻ ഇങ്ങനെ കിടന്ന് വെള്ളം വെച്ചോണ്ടേയിരിക്കും. ഇന്നേ വരെ നമ്മൾ ഏതൊക്കെ കടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടോ അവിടെ എത്തുമ്പോഴത്തേന് ഇവന് കാണാപ്പാടാണ്. അവിടെ എത്തുമ്പോൾ അവൻ വിളി തുടങ്ങും. അങ്ങനെ 2 പപ്സ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു എഗ് പപ്സും പിന്നെ ഒരു മീറ്റ് റോളും കൂടെ ഓർഡർ ചെയ്തു. ഇപ്പൊ കമന്റ് വരും, നിങ്ങൾ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ലേ, ചുമ്മാ ഇങ്ങനെ കടയിൽ നടന്ന് കഴിക്കുകയാണ്. നമ്മൾ വീട്ടിലും ഉണ്ടാക്കാറുണ്ട്, ആ ഫുഡും കഴിക്കാറുണ്ട്. അതുപോലെ നമുക്ക് വെളിയിൽ വന്ന് കഴിക്കാൻ നമ്മൾ കടയിൽ നിന്നും കഴിക്കാറുണ്ട്. ഇതിപ്പോ സമയം 6 മണിയായി. വൈകിട്ട് നമ്മളൊരു ചായ കുടിക്കുമല്ലോ. ഇന്ന് വീട്ടിൽ നിന്ന് ചായ കുടിക്കാതെ പുറത്ത് വന്ന് ചായ കുടിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ശാർക്കര ഗേറ്റിനടുത്തുള്ള FB2 മെൻസ് ഹബിലോട്ടൊന്ന് കയറി. അവിടെ ഒരു ചെറിയ പർച്ചേസ് ഉണ്ട്. അവരുടെ തന്നെ ഒരു ബ്രാഞ്ച് കഴക്കൂട്ടത്തും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവിടുന്ന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോയി. ശരിക്കും നമ്മൾ കേരള ബേക്കറിയിലും ഇവിടെയും കയറിയതിന് ഒറ്റ കാരണേ ഉള്ളൂ, ഗേറ്റ് അടവായിരുന്നു. ഗേറ്റ് അടഞ്ഞു കിടക്കുമ്പോൾ മിക്കവാറും നമ്മൾ കേരള ബേക്കറി കയറി ഒരു ഡ്രിങ്ക്സോ ചായയോ കുടിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ഈ ഗേറ്റ് 5 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെ അടഞ്ഞു കിടക്കാറുണ്ട്. 2ഉം 3ഉം ട്രെയിനൊക്കെ പോയി കഴിഞ്ഞിട്ടായിരിക്കും തുറക്കണത്. തുറന്നു കഴിഞ്ഞാലോ ഒടുക്കത്തെ ഗേറ്റ്. ഈ ചേട്ടന്റെ അവസ്ഥ കണ്ടില്ലേ, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഗേറ്റ് അടഞ്ഞു കിടക്കുമ്പോൾ ട്രാഫിക് സിഗ്നലിലോ ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ടോ? അങ്ങനെ ഒരു നീണ്ട ക്യൂവിനിടയിൽ കൂടെ പുറകെ നിരങ്ങി നമ്മൾ ഇപ്പുറത്തെത്തി. ഈ പാസ് ചെയ്ത് പോകുന്നവർ നമ്മളെ നോക്കി പറയാണ്, ദേ ഇത് അവരല്ലേ എന്ന്. നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവരായിരിക്കും. അങ്ങനെ അതും പറഞ്ഞു പോകുമ്പോഴാണ് ഈ ചേട്ടനും ചേച്ചി നമ്മളെ ഓവർടേക്ക് ചെയ്ത് ടാറ്റ എഴുതുന്നത്. നമ്മുടെ ഫോളോവേഴ്സ് ആണ് അവർ. ശരിക്കും ഇതൊക്കെ വളരെ സന്തോഷമാണ്. നമ്മളിങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ നമ്മളെ ആളുകൾ തിരിച്ചറിയേണ്ടതും അവരുടെ സ്നേഹം നമ്മുടെ അടുത്ത് പങ്കുവെക്കുന്നത്. ഇതാണ് നമ്മുടെ ചിറയൻകീഴിന്റെ സ്വന്തം കേക്ക് കട, ദ ബേക്കിംഗ് ഹൗസ്. അങ്ങനെ ഇതാ ശാർക്കല ട്രാഫിക് ജാമിലൂടെ നമ്മൾ വലിയ കടയിൽ. ഈ വീട്ടിലേക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. നേരെ വന്നത് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിലേക്ക്. ഇത് വലിയ കടയിലുള്ള സൂപ്പർ മാർക്കറ്റ് ആണ്. നമ്മൾ സ്ഥിരമായിട്ട് മിക്കപ്പോഴും സാധനങ്ങൾ എടുക്കുന്നത് ഇവിടുന്നാണ്. അങ്ങനെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗ്രീൻ പീസും പഞ്ചസാര, അങ്ങനെ കുറെ സാധനങ്ങൾ എടുത്ത്. ഇത് പവറിന്റെ സോപ്പാണ്. ഞാൻ തുണി കഴുകാൻ സ്ഥിരം യൂസ് ചെയ്യണ സാധനം. എത്ര വേറെ ഏതൊക്കെ സോപ്പ് വന്നാലും എനിക്ക് ഈ സോപ്പ് ഇട്ട് കഴിവില്ലെങ്കിൽ സമാധാനം കിട്ടൂല. നിങ്ങൾ പവർ ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണേ. പിന്നെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെയും പാപ്പയുടെ യുദ്ധമാണ് ഐസ്ക്രീമിന് വേണ്ടി. ഇവനാണെങ്കിൽ അറിവ് വെക്കും തോറും നമ്മൾ പാടുപെട്ടോണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഈ ഐസ്ക്രീമും സിപ്പും ഒന്നും ഇവന് പരിചയപ്പെടുത്തി കൊടുക്കേ വേണ്ടായിരുന്നു. പിന്നെ ആകെയുള്ള ആശ്വാസം TV കാണാത്തോണ്ട് കിൻഡർ ജോയ് ഒന്നും കയറി പിടിക്കാത്തതാണ്. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ പച്ചക്കറി വാങ്ങാൻ വേണ്ടി VS വെജിറ്റബിൾസിലേക്ക് വന്നു. നമ്മൾ സ്ഥിരമായിട്ട് പച്ചക്കറി വാങ്ങിക്കാറുള്ളത് ഇവിടുന്നാണ്. ചൊരണ്ടേസ് ഉള്ള സമയത്ത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറികളും സവാളയും തക്കാളിയും ഒക്കെ വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇവർ ഹോൾസെയിൽ റേറ്റിന് പച്ചക്കറി എടുക്കുന്നതുകൊണ്ടായിരിക്കും നോർമലി മറ്റുള്ള കടകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇവിടുത്തെ പച്ചക്കറികൾക്കൊക്കെ വില കുറവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആണ് ഇവർ കൊടുക്കുന്നത്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പാപ്പുടുവിന് ഗിഫ്റ്റ് ആയിട്ട് അവിടുന്ന് ഒരു ക്യാരറ്റും കിട്ടി. പച്ചക്കറി വാങ്ങി നേരെ പോകുന്നത് പാപ്പുടുവിന്റെ സ്ഥിരം സിപ്പപ്പ് സ്പോട്ടായി ഈ മാമന്റെ കടയിലേക്കാണ്. ഇവിടെ വണ്ടി നിർത്തുമ്പോഴേ അവൻ വിളി തുടങ്ങും. വിളിക്കുമ്പോഴേ മാമന് കാര്യം മനസ്സിലാവും. നേരെ പോകും, ഫ്രിഡ്ജ് ഓർക്കും, സാധനം എടുക്കും, കൈ കൊടുക്കും. അങ്ങനെ അവന് സിപ്പപ്പും വാങ്ങിച്ച് നമ്മുടെ ഇന്നത്തെ ഡേ ആഫ്റ്റർനൂൺ പർച്ചേസ് ഇവിടെ തീരുവാണ്.